ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തോരനുമായിട്ടാണ്. ക്യാബേജ്, ബീട്രൂട്ട്, അതേപോലെ ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. സവാള ഇതിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക്, ഉള്ളി ഇട്ട് കൊടുത്തു. കാന്താരി മുളക് പുഴുങ്ങി ഉണക്കിയതാട്ടോ, ആ 2 ഇട്ട് കൊടുത്തു. കാരണം ഭയങ്കര എരിവാണിതിന്. മറ്റേ ഞാൻ അരിഞ്ഞ പച്ചമുളകിന് എരിവെന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ ഇത് ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ആദ്യം നമുക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ടിന് ഇച്ചിരി വേവുള്ളതല്ലേ, അപ്പോൾ അത് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മറ്റുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഉപ്പ്, ക്യാബേജ്, ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കുറവായി തോന്നി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ആവിയിൽ വേവിക്കട്ടെ. വെള്ളമൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. നമുക്കത് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. തേങ്ങ ഇട്ടു. ഇത് തേങ്ങയുടെ പച്ചമണം ഒന്ന് മൂടി വയ്ക്കുക. ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അത്ര വേണമെങ്കിലും തേങ്ങ ഇടാം കേട്ടോ. കൂടുതൽ തേങ്ങ ഇട്ടാൽ കൂടുതൽ രുചി ഉണ്ടാവും. എൻ്റെ അടുത്ത് ലേശം തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം ഞാനത്. എന്നെ ഓവറായിട്ട് തേങ്ങ ഇങ്ങനെ ചതയ്ക്കാതെ ഇട്ടാൽ എനിക്കത് ഇഷ്ടവുമല്ല. പച്ച കറിക്കുന്ന ഇഷ്ടമല്ല. അപ്പം തീ ഓഫാക്കാം. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.